മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചുള്ള യഥാർത്ഥ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് സഖാക്കൾ ഒന്നടങ്കം അണപൊട്ടി ഒഴുകിയത്. വ്യാജ ചിത്രങ്ങളും സ്ക്രീൻഷോട്ടുകളും നിറച്ച സൈബർ പോരാളികൾ സ്വന്തം മന്ദിരെ മൂടിവെച്ച് ആനന്ദം കണ്ടെത്തി. രമേശ് ചെന്നിത്തലയും പോറ്റിയും ഒന്നിച്ചു നിർത്തി കാണിക്കുന്ന ഒരു വ്യാജ ചിത്രം CPM പ്രൊഫൈലുകൾ പ്രത്യക്ഷപ്പെട്ടത് അത്ഭുതമായിട്ടേ ഇപ്പോൾ പോലീസ് നോക്കി കാണുന്നുള്ളൂ. പലപ്പോഴും പോലീസ് എടുക്കുന്ന ഇരട്ട നീതി ഇവിടെയും വെളിവാവുകയാണ്. മുഖ്യമന്ത്രിയുടെ ചിത്രം ഷെയർ ചെയ്ത കോൺഗ്രസ് നേതാക്കളെ മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് തനിക്കെതിരെ വ്യാജ AI ചിത്രം നിർമ്മിച്ചവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന ചോദ്യമാണ് ചെന്നിത്തല ഇവിടെ മുന്നിലേക്ക് വെക്കുന്നത്. AI സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്ത രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിഹത്യ ചെയ്യുന്നതിൽ CPM സൈബർ സംഘം പുതിയ റെക്കോർഡുകൾ ഇടുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം നിരവധി വ്യാജ പ്രചാരണങ്ങൾ തനിക്കെതിരെ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്വർണ്ണക്കൊള്ളയിലെ ഉന്നത ബന്ധങ്ങൾ പുറത്തു വരുന്നതിലുള്ള ഭയം കാരണമാണ് സർക്കാർ ഇത്തരം അറസ്റ്റ് നാടകങ്ങൾ നടത്തുന്നത് എന്നും ഇത് കണ്ട് ഭയന്ന് പിൻവാങ്ങില്ല എന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംസാരിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ഈ വിവാദം തുടങ്ങിയത്. ഇതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതാക്കളുടെ ചിത്രങ്ങൾ AI ഉപയോഗിച്ച് നിർമ്മിച്ച് പ്രചാരിപ്പിക്കുകയായിരുന്നു. തനിക്കെതിരെ CPM പ്രചരിപ്പിച്ച ചിത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തുവിടുന്ന ചെന്നിത്തലയുടെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെ കോഴിക്കോട് ചേവായൂർ പോലീസ് ഇന്ന് അതിരാവിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായി. ഈ അറസ്റ്റിൽ ഞാൻ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മോഡിക്കും അമിത്ഷായ്ക്കും പഠിക്കുകയാണോ? എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു നടപടിയും സുബ്രഹ്മണ്യൻ ചെയ്തിട്ടില്ല. സുബ്രഹ്മണ്യൻ ഒരു പൊതുപ്രവർത്തകനാണ്, കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു ചിത്രം അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആഡ് ചെയ്തു എന്ന് മാത്രമാണ് അദ്ദേഹം ചെയ്ത കുറ്റം. അല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റിയെന്നാണ് എൻ്റെ ചോദ്യം. ഇതുപോലെ ആരെല്ലാം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. എത്രയോ ആളുകൾ നമ്മുടെ എല്ലാം ചിത്രങ്ങൾ, അവാസ്തവമായ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. തന്നെയുമല്ല, ഒരു മാസം മുമ്പ് BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഈ ഫോട്ടോ ഇട്ടതാണ്. രാജീവ് ചന്ദ്രശേഖരനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? BJPയും CPMും തമ്മിലുള്ള അന്തർധാര നിലനിൽക്കുന്നത് കൊണ്ടാണോ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിൽ കേസെടുക്കാഞ്ഞത്? N സുബ്രഹ്മണ്യൻ കോൺഗ്രസ് നേതാവായതുകൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പം കേസെടുത്തത്? സുബ്രഹ്മണ്യത്തിൻ്റെ പേരിൽ കേസെടുക്കാമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിൽ ഒരു മാസം മുമ്പ് കേസെടുക്കേണ്ടത് ആയിരുന്നില്ലേ? അപ്പോൾ ഇത് രാഷ്ട്രീയമായ പകപോക്കലാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ആരും സംസാരിച്ചുകൂടാ, ആരും പോസ്റ്റ് ഇട്ടുകൂടാ. അദ്ദേഹത്തിനെതിരെ ആരും പോസ്റ്റിട്ട് എത്രയോ സർക്കാർ ജീവനക്കാരെ സർവീസിന് സസ്പെൻഡ് ചെയ്തു. എന്തെല്ലാം പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ സ്റ്റാലിനാണോ? എനിക്കറിയാൻ വയ്യ ചോദിക്കുക. റഷ്യയിൽ നമ്മൾ കണ്ട സ്റ്റാലിനാണോ? ആ സ്റ്റാലിൻ്റെ പ്രതിരൂപമാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? പിന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വഴിമാറ്റാനാണ്, ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ ഈ അറസ്റ്റും മറ്റു കാര്യങ്ങൾ നടക്കുന്നത്. അറസ്റ്റ് ചെയ്യട്ടെ, ജയിലിലിട്ടോട്ടെ. സുബ്രഹ്മണ്യനെ മാത്രമല്ല, ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഇതുപോലെ ജയിലിലിടേണ്ടി വരും. മുഖ്യമന്ത്രി അങ്ങനെ ഞങ്ങളെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ മണ്ണിൽ തന്നെ ജീവിക്കുന്നവരാണ്. അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവായ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ്സുകാരൊക്കെ പേടിച്ചു പോകും, കോൺഗ്രസ്സുകാരൊക്കെ ഭയപ്പെട്ടു പോകും. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കില്ല എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഇന്ന് നമ്മൾക്കൊക്കെ എതിരെ എത്രയോ തെറ്റായ പോസ്റ്റുകൾ വരുന്നുണ്ട്, ചിത്രങ്ങൾ മോർഫ് ചെയ്യാറുണ്ട്, നമ്മളതിൽ പരാതി കൊടുക്കാറുണ്ട്. ഇതൊക്കെ ആളുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വളരെ ബോധപൂർവമായ ഒരു അജണ്ടയുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇനി ആരും സംസാരിക്കരുത്, പോസ്റ്റ് ഇടരുത്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന ഒരു ഫംഗ്ഷന് നിൽക്കുന്ന ഫോട്ടോ അവർ തന്നെ പുറത്തു വിട്ടില്ലേ? ഇദ്ദേഹം ആരാണ്? ഇത്രയും വലിയൊരു മുഖ്യമന്ത്രി പോകേണ്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ട വ്യക്തി ആണോ ഉണ്ണികൃഷ്ണൻ പോറ്റി? അദ്ദേഹവുമായിട്ട് മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ളത് കൊണ്ടല്ലേ ആ പരിപാടിക്ക് പോയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി
മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ആംബുലൻസിൻ്റെ എന്താണ് താക്കോൽ കൊടുക്കുന്നതല്ലേ നമ്മൾ കണ്ടത്? സോണിയാഗാന്ധിയെ കണ്ടത് മാത്രമേ മുഖ്യമന്ത്രിക്ക് ഓർമ്മയുള്ളൂ. ഇത് ഓർമ്മയില്ലേ? കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഓർമ്മയില്ലേ? അപ്പോൾ ഇത് രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കലാണ് സുബ്രഹ്മണ്യനെതിരെയുള്ള ഈ കേസും പോലീസ് നടപടിയും. അത്തരം പോലീസ് നടപടികൾ എടുത്തത് കൊണ്ടൊന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ UDF പ്രവർത്തകരുടെ വാമൂടിക്കെട്ടാൻ സാധ്യമല്ല. ഞങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കും. ജനങ്ങൾ പാഠം പഠിപ്പിച്ചിട്ടും മുഖ്യമന്ത്രിക്ക് ഇത് മനസ്സിലാവുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എങ്കിൽ പോലും ചിത്രം വ്യാജമാണെന്ന് തുറന്ന് സമ്മതിക്കുന്നത് കൂടിയായിട്ട് മാറില്ലേ? കാരണം KPCC ഒരു രാഷ്ട്രീയ സമിതി അംഗമാണ്. കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി, കാരണം ഈ ചിത്രം യഥാർത്ഥ ചിത്രം ഉള്ളപ്പോൾ ഇങ്ങനൊരു ചിത്രത്തിനെ ആശ്രയിക്കേണ്ടി വരുന്നു. അല്ല, രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. രാജീവ് ചന്ദ്രശേഖർ ഒരു മാസം മുമ്പ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരു ചിത്രം അദ്ദേഹം അവിടെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പിന്നെ രാജീവ് ചന്ദ്രശേഖരുടെ പേര് കേസെടുക്കാത്ത എന്താ? അത് BJP CPM തമ്മിലുള്ള കൂട്ടുകെട്ടും അന്തർധാരയും വ്യക്തമായതുകൊണ്ടാണ് ആ കേസ് അവിടെ കേസെടുക്കാഞ്ഞത്. എടുത്തോട്ടെ, കേസ് ജയിലിലിട്ടോട്ടെ, അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. രാഷ്ട്രീയമായി തന്നെ നേരിടും, നിയമപരമായി നേരിടും. ഒരു സംശയവും ഈ കാര്യത്തിൽ വേണ്ട. ഇതുകൊണ്ടൊന്നും കോൺഗ്രസിൻ്റെയോ UDF പ്രവർത്തകരെയോ നിശബ്ദരാക്കി കളയാം എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും മുഖ്യമന്ത്രിക്ക് വേണ്ട. അതൊക്കെ പഴയ കാലം, അതൊക്കെ അന്ധകാലം. ഇപ്പം നടക്കില്ലെന്നും ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരം ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിന് അങ്ങ് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് നിയമപരമായ നടപടികൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, ഞങ്ങളാരും ന്യായീകരിക്കുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങളെയൊക്കെ അപമാനിക്കുകയും ഞങ്ങൾക്കെതിരെ വാർത്തകൾ കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ്? ഞങ്ങളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്യുന്ന ആരാണ്? AI ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുന്ന ആരാണ്? CPMൻ്റെ സൈബർ സഖാക്കളല്ലേ? CPMൻ്റെ സൈബർ സഖാക്കളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ AI ഉപയോഗിച്ചുകൊണ്ട് വളരെ തെറ്റായ നിലയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ എന്താ മുഖ്യമന്ത്രി പറയാത്തത്? നടപടിയെടുക്കാത്തത്? പരാതി കൊടുത്താൽ നടപടിയെടുക്കുമോ? കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരം നടപടികൾക്കെതിരെ ഒരു പോലീസ് ആക്ഷനും ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ, പോസ്റ്റിട്ടാൽ, ചിത്രമിട്ടാൽ മാത്രമാണോ ഇവിടെ നിയമം അല്ലാതെ നിയമലംഘനം? സുബ്രഹ്മണ്യൻ്റെ കലാപ അല്ലേ ആഹ്വാനം നടത്തി 153A ഒക്കെ ഒരു സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ചിത്രം ഷെയർ ചെയ്തതിൻ്റെ പേരിൽ 153A ഒക്കെ ഇടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കടന്ന കൈയാണ്. കലാപാഹ്വാനം കൊടുത്തുകൊണ്ടാണ്. അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങളതിനെ നേരിടും. ഇത് വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു സൈബർ കുറ്റകൃത്യമാണ്. അതിനെ അങ്ങ് സാമാന്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അങ്ങ് തന്നെ നേരത്തെ പറയുന്നത് ഇത്തരം ആളുകൾ ഈ സൈബർ ഇടങ്ങളിൽ ഇതൊക്കെ ചെയ്യാറുണ്ട്, തങ്ങൾക്കെതിരെയും മോർഫ് ചെയ്ത ചിത്രങ്ങളുണ്ട്, തങ്ങളൊക്കെ പരാതി കൊടുക്കുകയാണോ? ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതൊരു ശരിയായ രീതി അങ്ങനെയല്ല. ഞങ്ങളുടെയൊക്കെ പേരിൽ അത് നടപടി എടുത്തിട്ടില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖരുടെ പേരിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. BJPയും CPMും തമ്മിലുള്ള പുതിയ കൂട്ടുകെട്ടുകൊണ്ടാണോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂട്ടുകെട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി BJPയും CPMുമായിട്ട് അന്തർധാരയാണ്. ഗവർണർ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എല്ലാ പ്രശ്നവും തീർന്നല്ലോ. കാരണം എന്താ? അമിത്ഷാ പറഞ്ഞ ശേഷം അവർ തമ്മിൽ ധാരണയായി. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സമരങ്ങളും അവസാനിച്ചല്ലോ. കാരണം എന്താണ്? അമിത്ഷാ നിർദ്ദേശിച്ചു, ഗവർണർ അനുസരിച്ചു, മുഖ്യമന്ത്രി